ബി.ജെ.പി. പല സംസ്ഥാനത്തും അധികാരം പിടിച്ചെടുത്തതും ശക്തമായി വളർന്നു വന്നതും പല വഴികളിലൂടെയാണ്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും ത്രിപുരയിലും അടക്കം അവർ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് പ്രതിപക്ഷമായി മാറിയ സംസ്ഥാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ത്രിപുരയിൽ അവർ അടുത്തിട്ട് ശക്തമാക്കുകയും പിന്നീട് ഒരു സുപ്രഭാതത്തിൽ അവിടെ ഉണ്ടായിരുന്ന 6 തൃണമൂൽ കോൺഗ്രസ് MLA-മാരെ മറുകണ്ഠം ചാടിച്ച് BJP-ക്കാരാക്കി ത്രിപുരയുടെ പ്രതിപക്ഷമായി വളരുകയായിരുന്നു. അത്തരം നീക്കങ്ങളൊന്നും അവർ ഈ ദക്ഷിണേന്ത്യയിൽ അധികം പ്രയോഗിച്ചിട്ടില്ല. കർണാടകത്തിൽ അവർ ഭരണത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെയും JDU-ൻ്റെ MLA-മാരെ അടർത്തി എടുത്തിട്ടുണ്ട് എന്നല്ലാതെ മറ്റ് നീക്കങ്ങളൊന്നും നടന്നിരുന്നില്ല. പക്ഷേ കേരളത്തിൽ ഇനി ശക്തമായ ഒരു ഇടപെടലിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ പുറത്തു വരുന്ന പല വാർത്തകളും. അതിലൊന്ന് തിരുവിതാംകൂറിലടക്കം ശക്തമായ ഒരു മലയോര പാർട്ടിയുമായി ചർച്ച നടന്നു കഴിഞ്ഞുവെന്നും ആ പാർട്ടി അധികം വൈകാതെ NDA-യുടെ ഭാഗമായി മാറും എന്നുമാണ്. അങ്ങനെ എത്തിയാൽ ഇപ്പോൾ നിലവിൽ ഈ ക്രിസ്ത്യൻ വിശ്വാസികളിലേക്ക് പതുക്കെ BJP-ക്ക് എത്താൻ കഴിയുന്നുണ്ട്. അത്തരത്തിലൊരു പാർട്ടി കൂടെ എത്തിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അവർക്ക് കടന്നു കയറാൻ കഴിയും എന്ന് അവർ വിശ്വസിക്കുന്നു. അതിനുള്ള ചർച്ചകളെല്ലാം അവസാനിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പ്രഖ്യാപനം ആ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് കേൾക്കുന്നു. മറ്റൊന്ന് കേൾക്കുന്ന ഒരു വാർത്ത, കോൺറാഡ് സാങ്മ, അദ്ദേഹം മേഘാലയയുടെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം NPP എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ നേതാവാണ്. ഈ NPP ഈ അടുത്ത കാലത്ത് കേരളത്തിലൊരു യൂണിറ്റ് ഇട്ടിരുന്നു. അത് ചെറിയൊരു പാർട്ടി ആയതുകൊണ്ട് വലിയ വാർത്താ പ്രാധാന്യമൊന്നും അതിനുണ്ടായിരുന്നില്ല. പക്ഷേ ആ പാർട്ടി കേരളത്തിൽ രൂപീകരിച്ചതിന് പിന്നിലും ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഈ കോൺറാഡ് സാങ്മ പഴയ NCP നേതാവാണ്. NCPക്ക് മുമ്പ് അദ്ദേഹം കോൺഗ്രസ് നേതാവുമാണ്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെയും NCPയുടെ നേതാക്കളുമായിട്ട് വലിയ ബന്ധമുള്ള ഒരു നേതാവാണ് ഇദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം NPP ആണെങ്കിൽ പോലും അദ്ദേഹം ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരളത്തിലെ ഈ NCP അടക്കമുള്ള ചില നേതാക്കന്മാരുമായി ചർച്ച നടത്തി എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ BJP ഒരുപക്ഷെ ഈ അടുത്ത് തന്നെ കേരളത്തിൽ ഒരു നിയമസഭാ അംഗത്തിനെ സൃഷ്ടിച്ചെടുക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. അതിനുള്ള നീക്കങ്ങളും അവർ നടത്തുന്നുണ്ട്. കാരണം ഈ നിയമസഭയിൽ അവർക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി എടുക്കുക, അതിനുള്ള നീക്കം നേരത്തെ നടന്നിരുന്നതാണ്. ആ ചർച്ചകളടക്കി വഴിമുട്ടിയിരുന്നെങ്കിൽ വീണ്ടും ആ ചർച്ചകൾ സജീവമാക്കി കൊണ്ടുവരിക, അതായത് ഒറ്റയടിക്ക് പിടിച്ചെടുക്കുക എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മുൻപോട്ട് പോവുക. കാരണം ഇനിയും കാത്തിരിക്കുക അസാധ്യമായൊരു കാര്യമാണ്. കാരണം ഇതേ രീതിയിൽ മുൻപോട്ട് പ്രവർത്തനം പോയി കഴിഞ്ഞാൽ എങ്ങും എത്താത്തൊരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ നീക്കങ്ങൾക്ക് BJP ഒരുങ്ങുന്നത്. ഇപ്പോൾ പഴയ സാഹചര്യമല്ല കേരളത്തിൽ ഉള്ളത്. പണ്ട് BJP തൊട്ടുകൂടാത്ത അനവധി പാർട്ടികളും നേതാക്കളും ഉണ്ടെങ്കിൽ ഇന്ന് അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന് BJP മനസ്സിലാക്കുന്നു, ആ പാർട്ടികൾ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് ചെറു പാർട്ടികളും ചെറുകക്ഷികളുടെ നേതാക്കളും മറ്റുമൊക്കെ ഏതാണ്ട് അസംതൃപ്തരായ നേതാക്കന്മാരുമൊക്കെ ആയി കേന്ദ്രം പല വഴിക്ക് പല ദൂതന്മാർ മുഖേന സംസാരിച്ചു കഴിഞ്ഞിരുന്നു. നമുക്കറിയാം, ഇലക്ഷൻ്റെ തൊട്ട് തലേ ദിവസം ദില്ലി ലഫ്റ്റനൻറ്റ് ഗവർണർ തന്നെ കേരളത്തിലെത്തി സഭാ നേതൃത്വവുമായി ചർച്ച നടത്തുന്ന കാഴ്ചയൊക്കെ നാം കണ്ടതാണ്. അതായത് ഏത് വഴിയും അവർ എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഇലക്ഷൻ്റെ തലേന്ന് ലഫ്റ്റനൻറ്റ് ഗവർണർ എത്തുന്നു. അത് പൊളിറ്റിക്കലാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവരെത്തുന്ന സഭാ നേതൃത്വവുമായി ചർച്ച നടത്തുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ ഇപ്പോൾ നമ്മൾ പുറത്തു വന്നിരിക്കുന്ന EP ജയരാജനും ശോഭാ സുരേന്ദ്രനും നമ്മൾ കൂടിക്കാഴ്ച നടന്ന കാര്യം, ഇതൊക്കെ വളരെ നേരത്തെ നടന്നിരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇത് പുറത്ത് അറിയുന്നത് മാത്രമേ ഉള്ളൂ. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനത്തിന് ശേഷം കേരളത്തിൽ BJP-ക്ക് MPമാരുണ്ടാകുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അവർ താമരചിഹ്നത്തിൽ ജയിച്ചവരാണ് അല്ലയോ എന്നുള്ളത് പിന്നീട് കാത്തിരുന്ന് കാണേണ്ട കാര്യവുമാണ്. ഏതായാലും ശക്തമായ ഒരു നീക്കത്തിന് തന്നെയാണ് കേന്ദ്ര നേതൃത്വം ഒരുങ്ങുന്നത്. കാരണം ദക്ഷിണേന്ത്യ അവർ പ്രധാന ടാർഗറ്റായി മാറ്റിയിരിക്കുന്നു. ഏതാണ്ട് 139 സീറ്റാണ് ദക്ഷിണേന്ത്യയിൽ ആകെയുള്ളത്. തമിഴ്നാടും ആന്ധ്രയും കർണാടകവും തെലുങ്കാനയും ഒക്കെ അടക്കമുള്ളത്. അവർക്ക് പോണ്ടിച്ചേരിയിൽ ഭരണം പിടിക്കാനായതും ഒറ്റ രാത്രി കൊണ്ടാണ്. അവിടെ NR കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ കൂടെ കൂട്ടിക്കൊണ്ട് BJP പോണ്ടിച്ചേരി ഭരിക്കുന്നുണ്ട് എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതായാലും കേരളത്തിലേക്ക് അവർ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി അനവധി നീക്കങ്ങൾ അവർ നടത്തിയിരിക്കുന്നു. ആ നീക്കങ്ങളുടെയൊക്കെ റിസൾട്ട് വരും മാസങ്ങളിൽ തന്നെ പുറത്ത് അറിയാൻ കഴിയും. ഒരുപക്ഷെ കൂടുതൽ തെളിവുകളും കാര്യങ്ങളും ഡീറ്റെയിൽസുകളുമൊക്കെ വരും ദിവസങ്ങളിൽ മാധ്യമങ്ങളിലും വാർത്തയായി വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം അടിമുടി മാറുക. കാരണം ഈ രീതിയിൽ ഇനി മുൻപോട്ട് പോയാൽ കാര്യമില്ല. കാരണം എത്രയും പെട്ടെന്ന് അതിൻ്റെ ഒരു ഫോർമുല അവർ തയ്യാറായി എത്രയും പെട്ടെന്ന് അധികാരത്തിലേക്ക് എത്തുക, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അധികാരത്തിനടുത്തെത്തുക, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പ്രതിപക്ഷത്തിൻ്റെ റോളിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. പ്രതിപക്ഷത്തിൻ്റെ റോളിലേക്ക് ആദ്യം എത്തുക, അതിനുശേഷം പടിപടിയായി വളരുക എന്നുള്ളതാണ്. ഏതായാലും അതിന് ഹിന്ദു ക്രിസ്ത്യൻ ഒരു ഐക്യം സാധ്യമായാൽ, അതായത് ഹിന്ദു ഭൂരിപക്ഷം വോട്ടുകളും ഹിന്ദുവിൻ്റെ കിട്ടില്ല, ക്രിസ്ത്യൻ്റെയും ഭൂരിപക്ഷ വോട്ടുകളും കിട്ടില്ല, ഒരു ചെറിയ ശതമാനത്തിൻ്റെ കൺസോൾട്ടേഷൻ ഉണ്ടായാൽ പോലും അവർക്ക് ഈസിയായി 35-40 സീറ്റ് ലഭിക്കാൻ അത് കഴിയും. അങ്ങനെ ഒരു സീറ്റിലേക്ക് അവർ എത്തുകയാണെങ്കിൽ പണ്ട് K. സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഭരിക്കാനും കഴിയും. കാരണം BJP അത്തരത്തിൽ തന്നെയാണ് പലയിടത്തും നീക്കങ്ങൾ നടത്തിയിട്ടുള്ളതും മുൻപോട്ട് വന്നിട്ടുള്ളതും. ഏതായാലും കേരളത്തിൽ BJP-യുടെ ഒരു വലിയ 2 നീക്കങ്ങൾ എന്ന് പറഞ്ഞത് അടുത്ത് തന്നെ അവർക്കൊരു MLA സൃഷ്ടിച്ചെടുക്കുക, അതായത് നിലവിലുള്ള ഒരു MLA അല്ലെങ്കിൽ 1-2 MLA-മാർ BJP-യിലേക്ക് എത്തി BJP MLA-മാരായി മാറുന്ന ഒരു
ഒരു സാഹചര്യം. മറ്റൊന്ന്, ഒരു പ്രമുഖമായ മലയോര പാർട്ടിയെ അടർത്തിയെടുത്തുകൊണ്ട് എൻ ഡി എ മുന്നണി ശക്തമാക്കും. ഇപ്പോൾ നിലവിൽ എൻ ഡി എ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന BDJS ആണ്. BDJSനൊപ്പം ആ ഒരു പാർട്ടി കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയ ചലനങ്ങൾ തന്നെ ഉണ്ടാക്കാൻ പറ്റും. പ്രത്യേകിച്ച് കോട്ടയം, ഇടുക്കി മേഖലകളിലൊക്കെ അവർക്ക് അതൊരു വലിയ നേട്ടം, പ്രത്യേകിച്ച് നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ അത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും. ഇതാണിപ്പോൾ നിലവിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ചില സോഴ്സുകളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. ഇത് തന്നെയാണ് ന്യൂസിൻ്റെ വളരെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.